പ്രശസ്ത ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ മധുപാലിന്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും എന്ന ആത്മാംശമുള്ള കുറിപ്പുകളുടെ സമാഹാരമാണ് പുസ്തകം. ഡൽഹിയിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. പുസ്തകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ ശ്രീ മധുപാൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നു. നമസ്കാരം ശ്രീ മധുപാൽ, ഷോമോളിലേക്ക് സ്വാഗതം. നമസ്കാരം. പുതിയ പുസ്തകം ഇന്നലെ റിലീസ് ചെയ്തിരിക്കുന്നു. അനുഭവങ്ങളും അനുഭൂതികളും സ്വപ്നങ്ങളും ഘനീഭവിച്ച ഓർമ്മകളുടെ പുസ്തകം. അതാണ് വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും എന്ന പുസ്തകം. പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും. അതുപോലെ തന്നെ എപ്പോഴും എഴുത്തുകാരനാണെങ്കിലും ചലച്ചിത്രകാരനാണെങ്കിലും അവരുടെ ആത്മാംശം എപ്പോഴും എഴുത്തിലും തൻ്റെ ക്രിയേറ്റീവ് പീസിലും ഉണ്ടായിരിക്കും. എന്നാൽ എന്താണ് ഈ ഒരു പുസ്തകത്തിൻ്റെ സ്പെഷ്യാലിറ്റി? ഒപ്പം ഇതുപോലൊരു പേര്, വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും, ആ പേരിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇല്ല, മനുഷ്യൻ്റെ വാക്ക് എപ്പോഴും സംഗീതം പോലെ ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ വളരെ വ്യക്തമായ ഒരു അർത്ഥമുണ്ടാകുന്നത്. ആ ഒരു രീതിയിൽ ആലോചിച്ചപ്പോൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ല വാക്ക് എന്ന് പറയുന്നത്. വാക്കൊരു എനർജിയാണ്, വളരെ വ്യക്തമായ ഒരു ശക്തിയാണത്. അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ചെല്ലണമെങ്കിൽ അതിൻ്റേതായ ഒരു അർത്ഥമുണ്ടാവണം, ഒരു മൂല്യമുണ്ടാവണം. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ കണ്ട കാഴ്ചകളിൽ, ഞാൻ സഞ്ചരിച്ച വഴികളിൽ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ച ആളുകൾ, അവരുടെ ജീവിതം, അവരുടെ വാക്കുകളൊക്കെ ഏതെല്ലാം രീതിയിലാണ് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു. ആ ഒരു ചിന്തയാണ് ഒരർത്ഥത്തിൽ വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരുമെന്ന് പറയുന്ന ടൈറ്റിലേക്ക് എന്നെ നയിച്ചത്. ഞാൻ ONV കുറുപ്പ് സാറിനെ കുറിച്ച്, കുറുപ്പ് സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് എഴുതിയ ഒരിടത്ത് യാദൃശികമായിട്ട് പുസ്തകത്തിൽ മുഴുവൻ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ടൈറ്റിൽ പോലും ഉണ്ടാകുന്നത്. അങ്ങനൊരു ടൈറ്റിൽ നമ്മൾ ഏത് തരത്തിലുള്ള ടൈറ്റിലായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ വളരെ ഒട്ടും ആലോചിക്കാതെ ഇത് മനസ്സിലുണ്ടെന്ന് പോലും ഓർക്കാതെ പറഞ്ഞൊരു വാക്കായിരുന്നു. പക്ഷേ ആ വാക്ക് തന്നെയായിരുന്നു ONV കുറുപ്പ് സാറിനെ കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിലും. അതൊരു സംഗീതം പോലെ ആകണം എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതും ഒരു ടൈറ്റിലായി മാറിയതും. പുസ്തകത്തിലെ ഓർമ്മക്കുറിപ്പുകളെ 4 ഭാഗങ്ങളാക്കിയാണ് തിരിച്ചിരിക്കുന്നത്: കാഴ്ച, പ്രണയം, യാത്ര, മരണം, എങ്ങനെ. അപ്പോൾ അതിന് ഓരോ വിഷയങ്ങളെയും വളരെ ആഴത്തിലാണ് സമീപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വായനക്കാരനും അത്രയും ആഴത്തിൽ ആ വിഷയങ്ങളുടെ ആഴം കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും ആഴത്തിൽ ഓരോ വിഷയങ്ങളെയും സമീപിക്കാൻ കഴിയുന്നത്? ഒരുപക്ഷെ ജീവിതത്തെ അത്രയും ആഴത്തിൽ ജീവിതത്തെ സമീപിക്കുന്നത് കൊണ്ടാണോ ഇത്രയും ആഴത്തിൽ ഓരോ വിഷയങ്ങളെയും ഇങ്ങനെ സമീപിക്കാൻ കഴിഞ്ഞത്? ഇല്ല, ഇതിനകത്ത് നിസ ഒരു കാര്യമുള്ളത്, നമുക്ക് നമ്മുടെ ജീവിതം, നമ്മൾ ജീവിച്ചു പോകുന്ന കാഴ്ചകളുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, അത് നമ്മൾ അനുഭവിപ്പിക്കുന്ന കാഴ്ചകൾ കൂടെയുണ്ട്. എല്ലാ കാഴ്ചകളും നമ്മളെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയും അത് നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുകയും ചെയ്യുന്നില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ട മനുഷ്യന്മാർ, ഞാൻ കേട്ട മനുഷ്യന്മാർ, അങ്ങനെ 2 തരത്തിലുണ്ട്. കണ്ട മനുഷ്യന്മാരിൽ നിന്നും കിട്ടിയ കുറേ കഥകളുണ്ട്, കേൾവിയിൽ നിന്നും കേട്ടതുമുണ്ട്. ഇത് രണ്ടും എത്രത്തോളം എന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഓരോ കാഴ്ചയിലും ഞാൻ കാണുന്നത് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാകും മാറും. ഈ അന്വേഷണമാണ് വീണ്ടും എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതും. അങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും മറ്റൊരാളോട് പറയേണ്ടതാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായ ഇടങ്ങളിൽ മാത്രം ആണ് ഞാൻ അത് എഴുതാൻ ശ്രമിച്ചതും. ഇത് 4 ഭാഗങ്ങളായിട്ട് മാറ്റപ്പെട്ടതും അത് ഷംസുദ്ദീൻ കുട്ടോത്തായിരുന്നു ഇതിൻ്റെ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചത്. കാരണം അങ്ങനെ ഒരാൾ വേണം എന്നുള്ളതുണ്ടായിരുന്നു. ഷംസുദ്ദീൻ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ 4 ഭാഗങ്ങളിൽ കാഴ്ച, പ്രണയം, യാത്ര, മരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ ജീവിച്ച ജീവിതത്തിനും നമ്മൾ എത്രമാത്രം നമ്മൾ ആത്മാർത്ഥമായി അതിനെ സമീപിക്കുന്നുവോ ആ സമീപനമായിരിക്കും എൻ്റെ വാക്കുകളിൽ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നൊരു ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതിയ ലേഖനങ്ങൾ പലപ്പോഴും നേരത്തെ പല മാധ്യമത്തിൻ്റെ ഓൺലൈനിലൊക്കെ പ്രസിദ്ധീകരിച്ചതും ഒക്കെ ആയ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള പല ലേഖനങ്ങളെയും ഒന്നുകൂടി നമ്മൾ റീവർക്ക് ചെയ്തുകൊണ്ട് ആണ് ഞാനത് എഴുതിയത്. അപ്പം എൻ്റെ കാഴ്ചകൾ ഞാൻ മറ്റൊരാളോട് പറയാൻ തീരുമാനിച്ചുവെങ്കിൽ ആ തീരുമാനം അക്ഷരാർത്ഥത്തിൽ അയാളുടെ മനസ്സിൽ എത്രമാത്രം അയാളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാഴ്ച ഉണ്ടാവണം എന്നെനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാനതൊരു വേറൊരാളോട് വായിക്കാൻ കൊടുക്കുകയും അത് വച്ചുകൊണ്ട് പിന്നീട് അതിൻ്റെ ഏറ്റവും മൂല്യമുള്ള ഒരർത്ഥത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയും ചെയ്തതെന്നുള്ള.
പലപ്പോഴും അനുഭവങ്ങൾ എന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും അനുഭവങ്ങളും എല്ലാവർക്കും ഓർമ്മകളും ഉണ്ടായിരിക്കും. ഓരോ ഓർമ്മകളും ഓരോ അനുഭവങ്ങളും വ്യത്യസ്തമാവുകയും ചെയ്യും. എന്നാൽ അത് കൃത്യമായി ഓർത്തു വെക്കുകയും പിന്നീട് അത് കൃത്യമായി എഴുതി വെക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ പല അനുഭവങ്ങൾ പഴയ ഓർമ്മകളിലേക്ക് വീണ്ടും എത്തുമ്പോൾ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകാം, സന്തോഷിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകാം. ആ ഒരു കാലഘട്ടത്തിലൂടെ ആ നിമിഷങ്ങളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോവുകയാണ് ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ. എങ്ങനെയാണ് ആ ഒരു സമയം, എഴുത്തിൻ്റെ ആ ഒരു സമയം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഞാൻ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ആത്മകഥയല്ല ഈ കൃതി. ഞാൻ ജീവിച്ച കാലത്ത് ഞാൻ ജീവിച്ച വഴികളിൽ എൻ്റെ മനസ്സിൽ എന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു മോമെൻ്റ് ഉണ്ടാവും. ആ മോമെൻറ്റുകളെ ഞാൻ പിന്നീട് ഒന്നും ഒരുമിച്ച് എഴുതിയതൊന്നുമല്ല. പലപ്പോഴായി പല സമയങ്ങളിൽ പല പ്രസിദ്ധീകരണങ്ങൾക്കായി വേണ്ടി എഴുതിയപ്പെട്ട പല ലേഖനങ്ങളും ഉണ്ട് അതിനകത്ത്. അതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ പുസ്തക രൂപത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോഴാണ് ഇതിനൊരു ചെറിയ വ്യക്തമായ ഓർഡറല്ല, ഒരു ചെറിയ ഓർഡറൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ അനുഭവിച്ച മനുഷ്യന്മാരുടെ വേദനകൾ, എൻ്റെ തന്നെ ജീവിതത്തിലെ വേദനകൾ, എൻ്റെ തന്നെ നഷ്ടങ്ങൾ, എൻ്റെ തന്നെ സങ്കടങ്ങൾ, എൻ്റെ തന്നെ ആകുലതകൾ, എൻ്റെ വ്യാധികൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഒരു ഓർഡർ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഒരു എഡിറ്റർ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ലെവലിലാണ് അതിനെക്കുറിച്ച് നമ്മളത് കൺസീവ് ചെയ്തത്. അപ്പോൾ മാത്രമാണ് അതിനൊരു ഓർഡർ ഉണ്ടായത്. അല്ലാതെ ഒരു പ്രത്യേകമായിട്ട് ഞാൻ ഇന്നത് എഴുതുന്നു, എൻ്റെ ആത്മകഥ 1, 2, 3 എന്നുള്ള അധ്യായങ്ങളായി തിരിച്ചുകൊണ്ട് പറയാൻ പോകുന്നു എന്നുള്ളതല്ല. ഇതിനകത്തുള്ള പല ലേഖനങ്ങളും ഒരു പരിധി വരെ അൺഫിനിഷ്ഡ് ആണ്, മുഴുവൻ പറഞ്ഞിട്ട് പോലും ഇല്ലാത്തത് കൊണ്ട്. അപ്പം ജീവിതത്തിലെ ഒരു മോമെൻറ്റ്, ആ മോമെൻറ്റിന് എത്രമാത്രം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ആ സ്വാധീനത്തിൻ്റെ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിത് പറഞ്ഞത്. ആ ഒരു രീതിയിൽ മാത്രമാണ് ഇതിന് ഞാൻ കൺസീവ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മരണം എന്ന് പറഞ്ഞ ഭാഗത്ത് വരുമ്പോൾ അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ മരണം, അതുപോലെ സഹോദരൻ്റെ മരണം, അർത്ഥമുള്ള പദം മനുഷ്യൻ എന്ന് പറഞ്ഞ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അടയാളപ്പെടുത്തുന്ന ഓർമ്മകൾ, മറവിയും എന്ന് പറഞ്ഞ സഹോദരൻ്റെ മരണം, അതൊരു ദാരുണമായ മരണമായിരുന്നു. അപ്പോൾ ആ സമയത്തിലൂടെ ഒരുപക്ഷെ വീണ്ടും കടന്നു പോയിരിക്കാം ആ ഓർമ്മകൾ എടുത്തെഴുതുമ്പോൾ. എന്നാൽ ആ എഴുത്തിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയും ആ ഒരു അനുഭവങ്ങളോട് ഡിറ്റാച്ച്ഡ് ആയി എഴുതുകയും ചെയ്യുന്ന ആ ഒരു രീതി, അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ചോദിക്കാൻ കാര്യം. നിസ, ഇതിനകത്ത് ഒരു കാര്യമുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം നമ്മളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ മാറി നിന്ന് കാണണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഞാൻ അതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ശരിക്കും ഒരു കണ്ണോക്ക് പാട്ടിൻ്റെ സ്വഭാവമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു പയ്യാരം പറച്ചിലിൻ്റെ ഒക്കെ ഒരു അവസ്ഥകളിലേക്ക് അത് വരുള്ളൂ. മറിച്ച് മാറി നിന്ന് കാണുമ്പോൾ ഞാൻ അനുഭവിച്ച വഴിയിലൂടെ മറ്റൊരാൾ കൂടി കടന്നു പോകാൻ പാകത്തിൽ അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എഴുത്തിൻ്റെ ശക്തി എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നാണ്. ഞാൻ അനുഭവിച്ച ജീവിതം എനിക്ക് മറ്റു പലരുടെയും ജീവിതത്തെയുമായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്നതും ആ ഒരു രീതിയിൽ ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള മറ്റു പലരുടെയും അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പം എൻ്റെ അനുഭവം എത്രത്തോളം മറ്റൊരാളെ സ്വാധീനിക്കാൻ പറ്റുമോ, അയാളുടെ മനസ്സിൽ അയാൾ കടന്നുപോയ വഴി ഇതൊക്കെ തന്നെ ആയിരുന്നുവല്ലോ എന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുമോ, അപ്പോൾ അയാൾ അനുഭവിച്ച സ്നേഹം, അയാൾ അനുഭവിച്ച വേർപാട്, ഇത് രണ്ടും ഒരു തരത്തിലൊരു കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ മാറി നിന്ന് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ എഴുത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എഴുത്തിൻ്റെ സ്വഭാവത്തിനകത്ത് നിന്നും എനിക്ക് ഡിറ്റാച്ച്ഡായിട്ട് നിന്നുകൊണ്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഇന്നലെ ഇത് ശരിക്ക് സജാനന്ദ മാഷ് പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ആത്മകഥയുടെ കുറിപ്പുകൾ എന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തെ എത്രത്തോളം അടയാളപ്പെടുത്താൻ മറ്റൊരാളുടെ മനസ്സിലേക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ ആ ഒരു രീതിയിലുള്ളൊരു ഭാഷ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു വളരെ മിതമായ തോതിൽ മനുഷ്യനോട് മാത്രം സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ വാക്കുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഓർഡർ വെച്ചിട്ടല്ലാതെ മാറി നിന്ന് കാണുന്ന കാഴ്ചകളിൽ തീർച്ചയായും അതിൻ്റെ ഒരു മറ്റൊരാളോട് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടാകുന്നു, ഒരു കഥ പറച്ചിലിനൊരു സുഖമുണ്ടാകുന്നുണ്ട്. ഞാൻ അനുഭവിച്ച വഴി ഇതാണ്, ഞാൻ കടന്നു പോകുന്ന വഴി ഇതാണ്, ഇത്
നീയും കൂടെ അറിയൂ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറയുന്ന, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനോട് പറയുന്നത് പോലെ എനിക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നോട് പലരും അങ്ങനെ ആ കാണുന്ന ഒരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാകുന്നു എന്നതിന് തെളിവാണ്. ഒട്ടേറെ വായിക്കപ്പെട്ടതാണ് സ്മിത ഒരു ഓർമ്മക്കുറിപ്പ് എന്നുള്ള സിൽക്ക് സ്മിതയെ കുറിച്ചുള്ള ആ ഒരു ലേഖനം. മലയാളികൾ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർ സ്മിതയെ എപ്പോഴും അവരുടെ കണ്ണുകളിലേക്കോ ശരീരത്തിലേക്കോ നോക്കിയിരിക്കുന്നത്. അതിനപ്പുറമായി ഒരു പക്ഷേ അവരുടെ ജീവിതത്തെ ആദ്യമായി മലയാളി അറിഞ്ഞത് ആ ഒരു ഓർമ്മക്കുറിപ്പിലൂടെയായിരിക്കും. എങ്ങനെയാണ് അത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു പക്ഷേ അത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കും? എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്മിത എന്ന് പറയുന്നൊരു ആക്ട്രസിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അത് ആ സിനിമയിൽ അവരെ എൻ്റെ കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ഒരുപാട് ആഗ്രഹങ്ങളുള്ള സ്ത്രീയായിരുന്നു. അവരൊരു സ്ത്രീയാണ് എന്ന് തിരിച്ചറിവാണ് നമ്മൾ പല മനുഷ്യന്മാർക്കും ഇല്ലാതെ പോയത് എന്ന് സങ്കടത്തോടും വേദനയോടും കൂടി ഞാൻ ഓർക്കാറുണ്ടെന്നുള്ളതാണ്. കാരണം എല്ലാ സ്ത്രീകൾക്കുള്ളതുപോലെ, എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അത് സാക്ഷാത്കരിക്കാനുള്ളൊരു മനസ്സും ഒക്കെ ഉണ്ടാവണമെന്ന് പറയുന്ന തരത്തിലുള്ളൊരു ജീവിതം അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി അതിനവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. കാരണം ആ സിനിമയിൽ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും രസം തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പള്ളിയിൽ വെച്ച് അവരെ കല്യാണം കഴിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതൊരു അനുഷ്ഠാനം പോലെ ഒരു പള്ളിയിൽ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ കല്യാണം നടക്കുമോ അത്തരം രീതിയിലുള്ള മുഴുവൻ അനുഷ്ഠാനത്തോടു കൂടിയായിരുന്നു ആ വിവാഹം ചിത്രീകരിച്ചത്. സന്ധ്യാമോഹനായിരുന്നു എൻ്റെ സംവിധായകൻ. അപ്പം അങ്ങനെ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് ചോദിച്ചു, അവരേറ്റവും സന്തോഷത്തോടു കൂടി എൻ്റെ കൈപിടിച്ച് പറഞ്ഞത് താങ്ക്സ് എന്നുള്ളൊരു നന്ദി എന്നുള്ളൊരു വാക്കിലാണ് പറഞ്ഞത്. ഞാൻ വെച്ചാൽ എന്തിനാന്ന് വെച്ചോ, അല്ല എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതിനെന്നുണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇതിന്. അപ്പോഴാണ് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ അങ്ങനെ ഒരു വേഷം അവർക്ക് സിനിമയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ജീവിതത്തിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു മനസ്സ് കാണാൻ കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറയണമെന്ന് ചോദിച്ചു. എനിക്ക് ആ സിനിമ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവർ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ളതാണ്, ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. പക്ഷേ അവർ എന്നെ സ്വാധീനിച്ച ഒരു ഓർമ്മയുണ്ട്. കാരണം അവരെ ഒരു സ്ത്രീയായിട്ട് എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരാളെന്ന് പറയുന്നൊരു കാഴ്ചയിൽ ഞാൻ അവരെ കാണാൻ ശ്രമിച്ചതും അത് എഴുതണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം പലപ്പോഴും ഇവരുടെ മരണം കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും എനിക്ക് തോന്നിയത് ഇവരൊരു സ്ത്രീയാണ്, ഈ സ്ത്രീയെ നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകരുത് എന്നുള്ളതാണ്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം മനോരമയിലാണ് ഇത് വന്നത്. എഴുതി കഴിഞ്ഞ ശേഷം ഒരുപാട് സ്ത്രീകൾ, പലതരത്തിലുള്ള സമൂഹത്തിലെ പല ഏരിയകളിലുള്ള സ്ത്രീകൾ എന്നെ വിളിച്ച് പറയുകയും എന്നെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും അവർ പറഞ്ഞതും ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ, നന്ദിയുണ്ട് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ആ നന്ദി തന്നെയാണ്. അത് നന്ദിയായിട്ടല്ല ഞാൻ കാണുന്നത്, നമ്മളൊരു സഹജീവിയോട് കാണിക്കുന്ന സ്നേഹമാണത്. അല്ലാതെ അനുതാപമോ കാരുണ്യമോ ഒന്നല്ല. കാളുപരി അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു സ്നേഹമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. എന്തായാലും അവിടെ നിന്ന് ഓർമ്മക്കുറിപ്പുകൾ അവിടെ നിൽക്കുന്നില്ല, ഓർമ്മകൾ അവിടെ നിൽക്കുന്നില്ല. പിന്നീട് പ്രണയം, രാഷ്ട്രീയം ഒക്കെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ പുസ്തകത്തിലുണ്ട്. എന്തായാലും ഒരു ഓർമ്മകളെ അല്ലെങ്കിൽ അത്തരത്തിൽ എഴുത്തിനെ അന്വർത്ഥമാക്കുന്നതാണ് ആ പുസ്തകവും. പുസ്തകത്തിന്റെ പേര് വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരും. എന്തായാലും ഇന്നത്തെ ഷോമോളിൽ അതിഥിയായി വന്നതിന്, പുസ്തകത്തെക്കുറിച്ച് ഇത്രയും സംസാരിച്ചതിന് വളരെ നന്ദി. തീർച്ചയായും എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെട്ട് ടെലിവിഷനിൽ വന്നിരുന്ന് ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്, മനുഷ്യനെ കേൾക്കുന്നത് സംഗീതം പോലെ ആകണമെന്ന് എഴുതിയിട്ടുള്ള കവിയുണ്ട്. അതുപോലെ വാക്കുകൾ കേൾക്കുന്ന കാലം സത്യസന്ധവും നീതിയും ധർമ്മവുമുള്ള ഒരു കാലമാകണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.